നിങ്ങള് ക്ലാസ്സിൽ നിന്നൊക്കെ തൊടുത്തുവിടുന്ന കുട്ടികളോട് ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ മതി. ഇതിനൊക്കെയുള്ള തെളിവ് പാടില്ല എന്ന്, നബിദിനം പാടില്ല എന്നതിന് വല്ല തെളിവും കൊണ്ടുവരാനുണ്ടോ? റസൂലുള്ളാഹി മരിച്ചത് ആ ദിവസമല്ലേ, ജനിച്ചത് ആ ദിവസമല്ലേ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കുന്നതിനൊക്കെ ചോദിക്കുന്ന അപ്പുറത്തേക്ക് നിങ്ങൾക്കത് പാടില്ല എന്ന് പറയാൻ വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിച്ചാൽ തീരാവുന്നത്. അല്ല, ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാല് ഇവര് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവരെ ഒരു ഏർപ്പാട്. ചോദ്യങ്ങൾ ഇടുക, ഉത്തരം പറഞ്ഞാലോ അതിന് പിന്നെ ഒരു മിണ്ടാട്ടുണ്ടാവില്ല. അതായത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക, അതിന് കൃത്യമായ മറുപടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വേറെ വിഷയത്തിലേക്ക് കിടക്കും. ഒരു തെളിവ് അവർ ചോദിക്കുന്നുണ്ട്, ഖുർആനിലുണ്ടോ എന്നാ ചോദിക്കുക. ഖുർആനിൽ തെളിവ് കൊടുത്താലോ? ഹദീസിലുണ്ടോ എന്ന് ചോദിക്കും. ഹദീസിൽ തെളിവ് കൊടുത്താലോ? അത് ചിലപ്പോൾ തിർമിദിയുടെ ഹദീസ് ആയിരിക്കും, അല്ലെ അബൂദാവൂദിന്റെ ആയിരിക്കും. ബുഖാരിയിലുണ്ടോ എന്നാ ചോദിക്കുക. അപ്പൊ ബുഖാരിയിലെ തെളിവ് കൊടുത്താലോ? അതിലെ 60 ഹദീസ് ലൈഫാണ്. സിഹറിന്റെ ഹദീസ് അത് ലൈഫാണ്. കണ്ണറിന്റെ ഹദീസ് ലൈഫാണ്. അജ്വക്കാരക്കയുടെ ഹദീസ് ലൈഫാണ്. അപ്പൊ ഇങ്ങനെ 60 ഹദീസ് ബുഖാരിയിൽ. ഏത് ബുഖാരിയിൽ? അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ സഹീഹുൽ ബുഖാരി. അങ്ങനത്തെ ബുഖാരിയിൽ ലൈഫ് ഉണ്ട്. അപ്പൊ ഖുർആനിൽ ലൈഫ് ഉണ്ടെന്ന് പറയാതിരിക്കോ? യഥാർത്ഥത്തിൽ ഇവര് ഇപ്പം ഇവിടെ നടത്തുന്ന വിസ്റ്റം ഗ്രൂപ്പിന് തെളിവ് ആരാ കൊടുക്കേണ്ടതെന്ന് അറിയാം? മുജാഹിദ് ബാലുശ്ശേരിനോട് ചോദിക്കുക. അതേപോലെ തന്നെ അലി മദനി ഇവരെ മർക്കസുദ്ദാവ, ഇവരെ ആന്റി ഗ്രൂപ്പാണ് മർക്കസുദ്ദാവ. ഹദീസ് നിഷേധികൾ, ഹദീസ് നിഷേധ പ്രസ്ഥാനാണ് അവര്. ആ ഹദീസ് നിഷേധ പ്രസ്ഥാനക്കാര് അലി മദനിയോട് ഒരു പ്രസംഗം, ഒരു ക്ലിപ്പ്. അതില് ആള് പറയണത് എന്താ അറിയോ? എന്തിനാ കൂട്ടരെ ഇങ്ങനെ ചോദിച്ചു നടക്കുന്നത്? തെളിവും മറ്റുമൊക്കെ നമ്മൾ ഇങ്ങനെ കൊടുക്കണത് എന്തിനാ? നമ്മളോടിപ്പോൾ ഒരാൾ നിങ്ങൾ ഖുത്ബ മലയാളത്തിൽ ഓതുന്നില്ലേ? ഖുത്ബ മലയാളത്തിൽ ഓതുന്നതിന് എന്താണ് തെളിവ് എന്ന് ചോദിച്ചാൽ നമ്മളടുത്ത് എന്താ കൊടുക്കാനുള്ളത്? ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് സുന്നികൾ ചോദിക്കാണ്. ഖുത്ബ പരിഭാഷ നടത്തുന്നതിന്, മലയാളത്തിൽ ഓതുന്നതിന് തെളിവ് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹദീസിലുണ്ടോ എന്ന് ചോദിച്ചാൽ, ഖുർആനിലെ ഹദീസിലും ഖുത്ബ പരിഭാഷ കൊടുത്താൽ തെളിവുണ്ടോ? ഇല്ല. അപ്പൊ അത് ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതാണ്. അത് ബുദ്ധി കൊണ്ട് കണ്ടെത്തിയതാണെന്ന് പറയണമെന്ന് ആരാ പറഞ്ഞു കൊടുക്കണവർക്ക്? അലി മദനി ഈച്ച മുജാഹിദാണ്. ആ കൂട്ടത്തിൽ അത് ഇയാളാണ് നമ്മളെ കുട്ടശ്ശേരി. എന്താ ബുദ്ധി ഉപയോഗിക്കണം? ജുമാ ഖുതുബ മലയാളത്തിലല്ല നടത്തല്. ഒരു ഹദീസ് തരിങ്ങൾ ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്നില്ല. ഖുർആൻ ആയത്ത് തരി. എവിടെ ജുമാ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്ന് കിട്ടിയത്? ബുദ്ധി ഉപയോഗിച്ചതാ. ജുമാ ഖുതുബ ഉപദേശമാണ്. ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ചത്? മൂടോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ. ബുദ്ധി ഉപയോഗിച്ചു.